Hello, welcome to my channel Learn with Malayalam. Chapter 8, Class 8-ൻ്റെയാണ് Chapter 2, Julia and Luna എന്ന് പറഞ്ഞ സ്റ്റോറിയാണ്. Before starting the video, if you want more videos, please write which class and chapter name, chapter number in the comment box. Please like, share and subscribe if you want more videos. അപ്പോൾ ക്ലാസ് തുടങ്ങാം. ഇതൊരു കഥയാണ്, മരം മുറിക്കണേനെ റിലേറ്റഡ് ഒരു കഥയാണ്. ഓക്കെ, ജൂലിയ ഓർ ലൂന. एक रोज़ कुछ हट्टे कट्टे ആദ്മി एक बड़े से पेड़ को काटने पहुँचे. ഒരു ദിവസം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക തടിയൊക്കെ ഉള്ള ആൾക്കാർ മരം മുറിക്കാൻ വന്നു. एक लड़की ने उन्हें देख लिया. വേ झट पेड़ पर चढ़ गई. ഒരു പെൺകുട്ടി അത് കണ്ടു. അവൾ വേഗം തന്നെ ആ മരത്തിൻ്റെ മേലെ കയറി. ആദ്മിയോ ने पहले उसे समझाया फिर धमकाया बहुत डराया. ആദ്യം കുറച്ച് മനസ്സിലാക്കി കൊടുത്തു ഇറങ്ങാൻ വേണ്ടിയിട്ട്, പിന്നെ ധംകായ ബഹുത് ഡറായ, പേടിപ്പിക്കുകയും ചെയ്തു ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ധംകായ പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക. मैं नहीं उतरूंगी, उसकी लड़की चिल्लाई और एक शाखा पर जा बैठी. അവൾ ഒച്ച വെച്ചു, ഞാൻ ഇറങ്ങില്ല, എന്നിട്ട് ഒരു ബ്രാഞ്ചിൽ പോയിട്ട് ഇരുന്നു. ആദ്മിയോ ने सोचा आखिर कभी तो उतरेगी तब काटेंगे पेड़ को. ആൾക്കാർ വിചാരിച്ചു കുഴപ്പമില്ല, എപ്പോഴെങ്കിലും ഇറങ്ങുമല്ലോ, അപ്പോൾ നമുക്ക് മരം മുറിക്കാം. दिन हफ्ते महीने बीत गए. दिन പറഞ്ഞാൽ ഡേയ്സ്, ഹഫ്തെ പറഞ്ഞാൽ വീക്ക് ആൻഡ് മഹീനെ പറഞ്ഞാൽ മാസങ്ങൾ. എല്ലാം പോയി. पर लड़की तो उतरी ही नहीं, लड़की ഇറങ്ങിയതേയില്ല. लोगों को जब पता चला तो उसके लिए खाना पीना पानी स्टव किताबें गद्दा कंबल कपड़े सब ले आए. ആൾക്കാർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ ആൾക്കാർ അറിഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ, ഈ കാര്യം അറിഞ്ഞു വരാൻ തുടങ്ങിയപ്പോൾ അവർ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഭക്ഷണം, വെള്ളം, സ്റ്റവ്, പുസ്തകങ്ങൾ, ഗദ്ദ അതായത് ബ്ലാങ്കറ്റ്സും പുതപ്പും എല്ലാം കൊണ്ടുവന്നു, തുണികളും. ശുക്രിയ ലടുക്കി ചെഹച്ചഹായി പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കിളി പോലെ, ഒരു എന്താ പറയുക, കുറച്ച് ബഡ് ബഡ് പോലെ സംസാരിക്കുന്ന കുട്ടി പോലെ. അപ്പോൾ ശുക്രിയ എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്തു. ഓക്കെ, തിരിച്ച് റിപ്ലൈ കൊടുത്തു. ഉസ്നെ ചിടിയോ കി തറ പേട് പർ അപ്ന ഘോംസ്ല ബനാലിയ. പക്ഷികളെ പോലെ തന്നെ അവളും ട്രീയുടെ മേലെ വീട് വെച്ചു. ബാരിഷായി, സർദി ആയി, ഭയങ്കര ആന്ധി തൂഫാൻ ആയി, ബർഫ് പടി. എല്ലാ ക്ലൈമറ്റ്, അതായത് മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും അല്ലെങ്കിൽ കാറ്റും ഒക്കെ ആണെങ്കിൽ എന്താണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ പേടിനെ ലടുക്കിക്കോ ബച്ചായ രഖ ഓർ ലടുക്കീനെ പേടിക്കോ. മരം കുട്ടിയെയും കുട്ടി മരത്തിനെയും സംരക്ഷിച്ചു. कहानी पढ़कर सुनाओ. कभी लड़की पेड़ से पूछती तो कभी पेड़ लड़की को अपने पत्तों से हवा का बहता राग सुनाता. ഞാൻ കഥ പറഞ്ഞു തരട്ടെ എന്ന് കുട്ടി മരത്തിൻ്റെ അടുത്ത് ചോദിക്കലും മരത്തിൻ്റെ ഇലകൾ അതിൻ്റെ കാറ്റിൻ്റെ രാഗത്തോടെ ചില സമയത്ത് കുട്ടിക്കും ഒരു താരാട്ട് പാട്ടൊക്കെ പോലെ ആയിരുന്നു. हट्टे कट्टे आदमियों के सेठ ने अजीबो गरीब तरकीबें लगाई. कभी पेड़ के नीचे लाउडस्पीकर पर तो तेज शोर मचाया, कभी पेड़ के ऊपर हेलीकॉप्टर उड़ा उड़ाकर लड़की को रात रात भर ജഗായ രഖ. ഹട്ടെ അതായത് അന്ന് വന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ മുതലാളി, സേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി. അജീബോ ഗരീബോ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ്, തരിക്കീബെ പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് അവളെ ഇറക്കാനുള്ള ശ്രമത്തിലായിരുന്നു. എങ്ങനെയൊക്കെ? കബി പേടിക്കെ നീച്ചെ ലൗഡ് സ്പീക്കറൊക്കെ വെച്ചിട്ട് കുറേ ബഹളങ്ങളൊക്കെ വെച്ചു. അല്ലെങ്കിൽ പേടിക്കെ ഊപ്പർ ഹെലികോപ്റ്റർ വഴി കുട്ടിയെ രാത്രി ഉറങ്ങാനൊന്നും സമ്മതിക്കാണ്ട് ഡിസ്റ്റർബ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവളെ താഴെ ഇറക്കണം ഉള്ള ഉദ്ദേശത്തിൽ കുറേ അവർ കാര്യങ്ങൾ ചെയ്തു. तुम हमारी दोस्ती कभी नहीं तोड़ पाओगे, लड़की बुलंद आवाज़ में उन्हें कहती. ബുലന്ത് പറഞ്ഞാൽ ഉറക്കെ ഉറപ്പോടെ ഉള്ള ഒരു ശബ്ദത്തിൽ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ സൗഹൃദം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരിക്കലും പൊട്ടിക്കാൻ പറ്റില്ല. उनकी अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. അനോഖി പറഞ്ഞാൽ യുണീക്ക്. ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, ഈ ഒരു യുണീക്ക് ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചിട്ട് ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. ഉൻകെ ഇർദ് ഗിർദ് ഹസാരോ ലോഗ് ഇക്കട്ട ഹോനെ ലഗെ. അവരുടെ ചുറ്റും തന്നെ, ഇർദ് ഗിർദ് പറഞ്ഞാൽ ചുറ്റും തന്നെ കുറേ ആൾക്കാർ ഒരുമിച്ച് നിൽക്കാൻ തുടങ്ങി.
हट्टे कट्टे आदमियों और उनके सेठ को लड़की पेड़ और उनकी दोस्ती और उनके हज़ारों लोगों दोस्तों से डरने लगने लग गया. ഈ ആൾക്കാരുണ്ടല്ലോ, മരം മുറിക്കാൻ വന്ന ആൾക്കാർ, അവർക്കും അവരുടെ ആ മുതലാളിക്കും കുട്ടിയെയും ട്രീനെയും മരത്തിനെയും അവരുടെ ആ ഫ്രണ്ട്ഷിപ്പിനെയും പിന്നെ ഹസാറോ ദോസ്തോ അല്ലെങ്കിൽ കുറേ പേര് സപ്പോർട്ട് ചെയ്യാൻ വന്നുല്ലോ അവരെയൊക്കെ കണ്ടപ്പോഴേക്കും ഇവർക്ക് പേടിയാവാൻ തുടങ്ങി. 738 दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन वह आदमी चुपचाप वहाँ से जाने लगा. ഒരു 738 ദിവസം കഴിഞ്ഞപ്പോൾ അത്രയും വെയിറ്റ് ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞതും ആ ആൾ വന്ന മരം മുറിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അയാൾ തിരിച്ച് മിണ്ടാണ്ട് തിരിച്ചു പോകാൻ തുടങ്ങി. വാദ കറോ യഹാ കെ കിസി ഭി പേട് കോ കഭി നഹി കാട്ടോगे. വാദ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോമിസ് ചെയ്യൂ, ഇവിടുത്തെ ഒരു മരവും നിങ്ങൾ മുറിക്കില്ല. ലഡ്കീനെ സേഠ് സെ വാദ ലേ ലിയ. ആ കുട്ടി മുതലാളിയുടെ അടുത്തുനിന്ന് ഈ പ്രോമിസ് വാങ്ങിച്ചു. सारे पेड़ बच गए. उस लड़की का नाम जूलिया है. उस पेड़ का नाम है लूना. ആ കുട്ടിയുടെ പേര് ആയിരുന്നു ജൂലിയ, ആ മരത്തിൻ്റെ പേരായിരുന്നു ലൂന. ദോനോ ആജ് ഭി പക്കേ ദോസ്ത്. ഇന്നും അവർ രണ്ടാളും പക്കേ, അതായത് റിയൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, സ്ട്രോങ് ഫ്രണ്ട്സ് ആയിരുന്നു. അതോടെ ഈ സ്റ്റോറി കഴിഞ്ഞു. ഇതാണ് സ്റ്റോറി ജൂലിയ ഓർ ലൂന. ഇനി मैं नहीं उतरूँगी. നമ്മൾക്ക് ഫസ്റ്റ് പേജിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. मैं नहीं उतरूँगी लड़की के इस निर्णय पर आपका विचार क्या है. ഇങ്ങനെ പറയുമ്പോൾ എന്തായിരുന്നു അത്, നിങ്ങളുടെ അഭിപ്രായം എന്നാണ് പറയണത്. അപ്പോൾ നമുക്ക് പറയാം ലഡ്കി കാ നിർണയ സഹി ഹെ, അല്ലെങ്കിൽ ശരിയായിരുന്നല്ലോ, സഹി ഹെ അല്ലെങ്കിൽ സഹി था. ठीक है, क्योंकि वह पेड़ को बचाना चाहती थी. पेड़ को बचाना चाहती थी. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ രണ്ടാമത്തെ പേജിൽ ഉണ്ടായിരുന്നു. लड़की चहचहाई. यहाँ चहचहाई शब्द का प्रयोग क्यों किया होगा. അത് എന്തിനാണ്, കാരണം ഷീ വാസ് വെരി ഹാപ്പി. ഓക്കെ, वह ഒരു മിനിറ്റ്, वह पेड़ पर चिड़िया की तरह बहुत खुश थी. ठीक है, ഇത് അത് കാരണമാണ് इसलिए चहचहाई शब्द का प्रयोग किया. ठीक है. थर्ड क्वेश्चन 738 दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन वह आदमी चुपचाप वहाँ से जाने लगा. നമ്മൾ പറഞ്ഞല്ലോ 738 ദിവസം കഴിഞ്ഞിട്ട് അതുവരെ വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് അയാൾ മിണ്ടാണ്ട് പോയി. അതെന്തായിരിക്കും? ഇസ് പർ ആപ്കാ വിചാർ ക്യാ ഹെ. അതിൻ്റെ നിങ്ങളുടെ അതെന്തിനായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറയണത്. അപ്പോൾ നമുക്കിതിൽ എഴുതാം ലഡ്കി കാ ധൈര്യ അല്ലെങ്കിൽ സാഹസ് എഴുതാം. പിന്നെ പേട് കെ പ്രതി ഉസ്കാ സ്നേഹ. यह सब देखकर आदमियों को समझ आ गया कि लड़की कभी हार नहीं മാനേഗി. അല്ലേ, അത്രയും സ്ട്രോങ് ആയിരുന്നല്ലോ. അത് കാരണം അവർക്ക് മനസ്സിലായി ഇവളെ ഒരിക്കലും തോക്കാൻ ഉദ്ദേശിക്കുന്നില്ല. റൈറ്റ്, ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് തുടങ്ങാം. കഹാനി കെ ആധാർ പർ സഹി പ്രസ്താവ് ചുൻകർ ലിഖേ. സഹി പ്രസ്താവ് എന്ന് പറയുമ്പോൾ ട്രൂ ഓർ ഫോൾസ് എഴുതാനാണ് പറയണത്. ലഡ്കി നെ ചുനൗത്തിയോं का सामना किया. ചാലഞ്ചസിനെ ഫേസ് ചെയ്തുല്ലോ. യെസ്, ട്രൂ. ലഡ്കീനെ വിപത്തി മേ പേട് കോ ഛോഡ് ദിയ. അതായത് വിപത്തി പറഞ്ഞു കഴിഞ്ഞാൽ ആപത്ത് വന്നപ്പോൾ ലഡ്കി
മരത്തിനെ വിട്ടു. അല്ല, ഫാൾസ്. ലഡ്കി ने ജീവൻ की സുവിധാएं छोड़ दी. ജീവൻ की സുവിധാएं പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ്റെ ഈ എന്താ പറയുക എമ്യൂണിറ്റീസ് അല്ലെങ്കിൽ സുഖസൗകര്യങ്ങൾ വിട്ടു. നോ, സോറി, സുഖസൗകര്യങ്ങൾ വിട്ടിട്ടല്ലേ പേടിൽ മറ്റേ മരത്തിൽ താമസിക്കാൻ വന്നത്. ഓക്കെ, അപ്പോൾ ട്രൂ ആണ്. ലഡ്കി സേठ के അജീബോ ഗരീബോ തർക്കീബോ സെ ഡർ ഗയി. സേ മുതലാളി ഡിഫറെൻറ്റ് ടൈപ്സ് അവർ ഉപയോഗിച്ചപ്പോൾ കുട്ടി പേടിച്ചു. നോ. ലഡ്കി അപ്നി ദോസ്തി പർ അട്ടൽ രഹി. ഷി വാസ് റിയൽ വിത്ത് ഹർ ഫ്രണ്ട്ഷിപ്പ്. ഓക്കെ, അപ്പോൾ അത് ട്രൂ ആണ്. ട്രൂ ഫാൾസ്, ട്രൂ ഫാൾസ്, ട്രൂ. അടുത്തത് നമൂനയ്ക്ക് അനുസാർ വാക്യോക്കോ പുനഃ ലേഖൻ കരെ. നമൂനെ പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് എക്സാമ്പിൾ. എക്സാമ്പിളുടെ അനുസരിച്ച് സെൻറ്റൻസ് മാറ്റാനാണ് പറയണത്. മേ നഹി ഉത്തരൂങ്കി ലഡ്കി ചില്ലായി. അപ്പോൾ അതിനെ നമ്മൾ പറയണതാണ് ലഡ്കി ചില്ലായിക്ക് മേ നഹി ഉത്തരൂങ്കി. ആക്ച്വലി ഇത് ഡയലോഗും അത് നമ്മൾ റിപ്പോർട്ടഡ് ആയിട്ട് എഴുതുമ്പോഴാണ് ഇങ്ങനെ കീ ഒക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ബാക്കി ഈ 4 സെൻറ്റൻസസ് എങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ആദ്മിയോ ने सोचा आखिर कभी तो उतरेगी तब काटेंगे पेड़ को. അപ്പോൾ ഇതിനെ റിപ്പോർട്ടഡ് ആക്കിയിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? ആദ്മിയോ ने सोचा कि आखिर कभी तो उतरेगी तब काटेंगे पेड़ को. कहानी पढ़कर सुनाओ कभी लड़की पेड़ से पूछती. കുട്ടി മരത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കഭി ലഡ്കി पेड़ से पूछती कि कहानी पढ़कर सुनाओ. थर्ड, तुम हमारी दोस्ती कभी नहीं तोड़ पाओगे. लड़की ने कहा कि तुम हमारी दोस्ती कभी नहीं तोड़ पाओगे. फोर्थ, लड़की ने बताया वादा करो यहाँ के किसी की भी पेड़ को कभी नहीं काटोगे. लड़की ने बताया कि वादा करो यहाँ से किसी भी पेड़ को कभी नहीं काटोगे. ठीक है. अगला, तैयार करें जूलिया और लूना की अनोखी दोस्ती का किस्सा दुनिया भर मशहूर हो गया. അതായത് അവരുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഫേമസ് ആയി എന്ന് പറഞ്ഞല്ലോ. കहीं कहीं ലൂന കെ സംരക്ഷൺ പർ പോസ്റ്റർ നിക്കൽനെ ലഗെ. അപ്പോൾ നമ്മളുടെ പോസ്റ്റേഴ്സൊക്കെ റോഡ് സൈഡ് മുഴുവൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ആപ് ഭി ലൂന കെ സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരെ. നിങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഒരു പോസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റ് ഞാനൊരു ഐഡിയ, അതായത് സേവ് ട്രീ എന്ന രീതിയിലാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. പേട് ട്രീയുടെ നമ്മൾ ട്രീ ഭംഗിയിൽ വരയ്ക്കാം, അവിടെ കിളികളെ ചെയ്യാം. ठीक है, കിളികൾ. പിന്നെ കുറച്ചും കൂടി ഇത് ജസ്റ്റ് ഒരു ഐഡിയ ആണ് കേട്ടോ. पेड़ को बचाओ, सेव ट्री, पेड़ ही सच्चे दोस्त है, ജൂലിയ के संग रहिए और प्रकृति बचाइए. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ മുകളിൽ പോസ്റ്റർ എന്നും കൂടി എഴുതാം കേട്ടോ. പോസ്റ്റർ എഴുതാം. പിന്നെ കുറച്ചും കൂടി സേവ് ട്രീ കോട്ട്സ് ഇനിയും നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതായത് പേട് കോ ബച്ചാओ, ധർത്തി കോ ബച്ചാओ, പ്രകൃതി സുന്ദർ ബനായിയെ, അങ്ങനെ പലതും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം. नेक्स्ट इज़ 738 दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन आदमी चुपचाप वहाँ से जाने लगे. वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. लड़की ने सेठ से वादा ले लिया. ഇത് ടെക്സ്റ്റ് ബുക്ക് അത് തന്നെയാണ്. അപ്പോൾ इस प्रसंग पर जूलिया और सेठ के बीच की बातचीत तैयार कीजिए. അതായത് അവർ തമ്മിലുള്ള ഡയലോഗ് റൈറ്റിംഗ് ആണ്. ഇനി എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചത്, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും, നിങ്ങൾക്ക് ഈസി ലാംഗ്വേജ്, ടഫ് ലാംഗ്വേജ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ലൈറ്റായിട്ട് ഒരു അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ജൂലിയ, सेठ जी क्या आप जा रहे हैं? അപ്പോൾ सेठ, हाँ जूलिया, तुम्हारे इस धैर्य को देखकर मैं समझ गया पेड़ नहीं काटना चाहिए. जूलिया, लेकिन जाने से पहले वादा कीजिए यहाँ का कोई भी पेड़ नहीं काटेंगे. सेठ, हाँ मैं वादा करता हूँ और फिर कभी यहाँ नहीं आऊँगा पेड़ काटने के लिए. അപ്പോൾ ജൂലിയ ധന്യവാദം. അപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾ പോവാണോ എൻ്റെ ധൈര്യം കണ്ടിട്ട് എനിക്ക് മനസ്സിലായി മരം മുറിക്കാൻ പാടില്ല. അപ്പോൾ ജൂലിയ പറഞ്ഞു, ലേക്കിൻ പോണ മുമ്പേ പ്രോമിസ് ചെയ്യാൻ, ഇവിടുന്ന് മരമൊന്നും മുറിക്കാൻ പാടില്ല. അപ്പോൾ പ്രോമിസ് ചെയ്യാം, ഞാനിനി വരൂല്ല മരം മുറിക്കാൻ. അപ്പോൾ താങ്ക് യു പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. ഇതിന് പകരം നിങ്ങൾക്ക് നോർമൽ ക്യാബ് ജാ രഹേ ഹേ, ഹാ ജൂലിയ, പിന്നെ മേ സമജ് ഗയാ, അങ്ങനെയൊക്കെ ചെറുതായിട്ടും കൂടി എഴുതാം കേട്ടോ. നെക്സ്റ്റ്,
കഹാനി കി ഘട്ന കോ ക്രം മേ സേ ലിഖിയേ. അപ്പോൾ സീക്വൻസിൽ എഴുതാനാണ് പറയണത്. ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏക് റോസ് കുട്ടിയ ഹട്ടെ കട്ടെ ആദ്മി ഏക് ബഡേ സെ പേട് കോ കാട്ടനെ പहुंचे. അപ്പോൾ ഇതാണ് 1. നെക്സ്റ്റ് ലഡ്കി ഝട്ട് പേട് പർ ചढ़ गई. പിന്നെ ഇത് സീക്വൻസ് ആണ് കേട്ടോ. എന്താണ് ഫസ്റ്റ് സംഭവിച്ചത്, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്. ദെൻ ലഡ്കി ने पेड़ चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. അത് കഴിഞ്ഞിട്ട് हट्टे कट्टे आदमियों ने के सेठ ने अजीबो गरीब तरकीबें लगाई. പിന്നെ लड़की और पेड़ के इर्द गिर्द हज़ारों लोग इकट्ठा होने लगे. एंड लास्ट सेंटेंस कई दिनों तक पेड़ काटने का इंतज़ार करने के बाद एक दिन वह ആദ്മി ചുപ്ചാപ്പ് വഹാസെ ജാനെ ലഗെ. ഈ ഒരു ക്രമത്തിലാണ് നമ്മളുടെ സ്റ്റോറി മുഴുവൻ അവർ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ, സോ ദിസ് വാസ് അവർ വീഡിയോ. എക്സസൈസ് കഴിഞ്ഞു. ഇനിയും വീഡിയോ വേണമെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യൂ വീഡിയോയുടെ താഴെ. പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഡിയർ വൺസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.